എലപ്പുള്ളിയിലെ സർക്കാർ മദ്യനിർമ്മാണശാല കൊണ്ടുവരുന്ന തീരുമാനത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഈ കാര്യത്തിൽ ഇടപെടാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഇടപെടല് നൈസായിട്ട് സർക്കാർ എടുത്തു മാറ്റുന്നു. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് എലപ്പുള്ളിയിലേക്കുള്ള എളുപ്പവഴി. പ്രതിപക്ഷത്തിന്റെയും ഘടകകക്ഷികളുടെയും എതിർപ്പ് മറികടന്ന് അവസാനം സർക്കാർ ആ തീരുമാനത്തിലെത്തി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലകൾ. നാടിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ മദ്യം ഒഴിക്കുക എന്നുള്ളതാണെന്നാണോ മുഖ്യമന്ത്രിയുടെ വിചാരം? അതെ, അല്ല, വികസനമാണ് ലക്ഷ്യം. മദ്യനിർമ്മാണശാല വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് വെച്ചടി കയറ്റായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ എന്തൊക്കെ സർപ്രൈസ് ആണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലോചിതമായിട്ടുള്ള പരിഷ്കാരം വരുത്തുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് കുറെ പരിഷ്കാരങ്ങൾ ഉണ്ടവയാണെന്ന് സാരം. കാറ്റഗറി 1 പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തിന്റെ അനുമതി വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ബ്രൂവറി തുടങ്ങുന്ന കാര്യത്തിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്ന് കുറെ പ്രതിഷേധമൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ ഈ നിയമ ഭേദഗതി വഴി അവിടേക്ക് കയറിപ്പറ്റല്ലേ? അവിടെ വെച്ച് കള്ള ആകെ പത്രസമ്മേളനം നടത്തുമ്പോൾ ചോദ്യം വരുന്നത് മദ്യത്തെക്കുറിച്ച് മാത്രമാണ്, വേറെ ഒന്നിനെ കുറിച്ചും ചോദ്യം വരുന്നില്ല. അത് പിന്നെ സർക്കാരിന് ഇപ്പൊ അതാണല്ലോ മെയിൻ ചിന്ത. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കില്ലേ രാജേഷേട്ടാ? കൃഷി ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന കർഷകരുള്ള പ്രദേശമാണ്. ഈ കാർഷിക മേഖലയായിട്ടുള്ള വ്യവസായ മേഖലയ്ക്ക് കൊടുക്കുന്ന ആനുകൂല്യം, അവിടുത്തെ നിയമങ്ങൾ എന്തിന് ഇവിടേക്ക് തരുന്നു, ഇവിടേക്ക് കൊടുക്കുന്നു? അത് ഈ കമ്പനിക്ക് വേണ്ടി സഹായിക്കാനല്ലേ മന്ത്രി ഇത്തരം കാര്യങ്ങൾ നിയമ ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെയൊക്കെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ രാജേഷേട്ടൻ കഷ്ടപ്പെട്ട് നിയമ ഭേദഗതി ഒക്കെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാ? രാജേഷിന് ഇത് എന്ത് പറ്റിയെന്നാണ് എന്റെ ചോദ്യം. എവിടേക്കാണ് രാജേഷ് നീങ്ങുന്നത്? നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇക്കാലം അത്രയും കേരളത്തിൽ നിലനിന്നിരുന്ന പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അനുവാദം വേണമെന്ന് എടുത്തുകളയാ ചട്ടം. എന്തിനാണ് എടുത്തു കളയുന്നത്? രാജേഷേട്ടാ ഒക്കെ പോട്ടെ, ഈ പറഞ്ഞ കാറ്റഗറിയിൽ എലപ്പള്ളി നമ്മുടെ ബ്രൂവറിയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് അതറിഞ്ഞാ മതി. അതെനിക്ക് നോക്കിയാലേ പറയാൻ പറ്റും. നിങ്ങൾ ബ്രൂവറിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് നോക്കിയിട്ടല്ല. നമ്മുടെ മുമ്പിൽ അതല്ല വിഷയം. കാര്യങ്ങളൊക്കെ ഇത്രയും ഗഹനായിട്ട് മനസ്സിലാക്കുന്ന ആൾക്ക് ഈ കാര്യം മാത്രം അറിയില്ല അല്ലെ? പിന്നെ നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമല്ല, നമുക്കറിയാം. ബിക്കോസ് നിങ്ങൾക്ക് കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുന്നില്ലല്ലോ അല്ലെ? അല്ല, ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ നമ്മുടെ CPI RJD ഒക്കെ അവിടെ പോയി. ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നത് ജനങ്ങളുടെ താല്പര്യത്തിന് ഗുണകരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് CPIയും RJDയും ഈ നിലപാട് പരസ്യമായി എടുത്തത്. എന്നാൽ ഇന്നലെ ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ രണ്ട് കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം പറഞ്ഞിട്ട് ഇടതുമുന്നണി യോഗത്തിലെത്തിട്ട് കഴിഞ്ഞ ദിവസം വരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച CPIയും RJDയും എന്താണ് നിലപാട് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനുള്ള നട്ടെല്ല് ഈ രണ്ട് പാർട്ടികൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എനിക്ക് സംശയം, ഒയാസിസ് കൊമേഴ്സ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി കാണേണ്ടതുപോലെ കണ്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇവർ നിലപാട് മാറ്റിയത്. പാവല്ലേ CPIയുടെ RJDയുടെ ഒക്കെ ഒരവസ്ഥ. ജനങ്ങൾക്കൊപ്പാണ്, കുടിവെള്ളം അവകാശമാണ്, പ്രകൃതിനെ അറിയണം എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി കണ്ണുരുട്ടിയപ്പോ എല്ലാം മറന്നുപോയി, നേരെ തലതിരിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊന്നും CPI ഒരു മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടി വിഷയമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യമില്ല. CPI നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് മാധ്യമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം പറയാൻ ഞങ്ങളില്ല. CPI സ്റ്റാൻഡുള്ളത്. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ. ഏത് വികസനമായാലും മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം. കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല. കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ചർച്ച ചെയ്താലും നിലപാടായിരിക്കും. കാര്യങ്ങളൊക്കെ പഠിച്ച് CPM നേതാക്കൾ പറഞ്ഞ അതേ കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് CPI നേതാക്കളും അനുസരിച്ചു. സോ സാഡ്. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥ. CPI നിലപാട് CPI നിലപാടാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ അപ്പൊ തന്നെ പഞ്ചപുച്ഛമടക്കി അത് സ്വീകരിച്ചു. അല്ല ജനത്തിലാജി, ഈ
ഈ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ബ്രൂവറി വിഷയത്തിൽ രാജശേട്ടനെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് രാജശേട്ടൻ അതിനൊക്കെ പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ ആ വഴി കണ്ടില്ലല്ലോ. എന്ത് പറ്റി? തരുന്നില്ലേ സംവാദം എന്നും പറഞ്ഞ് ഞങ്ങളുടെ ചെന്നിത്തലാജിനെ പേടിപ്പിക്കാൻ നിൽക്കണ്ടോ. എനിക്ക് വേണ്ടി രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നു പറയണ പോലെ ഈ സംവാദത്തിന് വേണ്ടിയിട്ട് VK ശ്രീകണ്ഠേട്ടനെ നമ്മുടെ ചെന്നിത്തലാജി ചട്ടം കെട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം VK ശ്രീകണ്ഠനും അദ്ദേഹം ഒരേ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് രണ്ടുപേർക്കും ഇവർ രണ്ടുപേരെ സംവാദം നടത്തുന്നാൽ അദ്ദേഹം എന്തിനാ പേടിക്കുന്നത്? അദ്ദേഹത്തിലുള്ള സംവാദം മാമാങ്കമാണെന്ന് പറഞ്ഞ് ഒഴിയണ്ട. ഇതറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹവുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാം. ഒരു സൈഡില് ഗോതയിലേക്ക് ഇറങ്ങാതെ വെല്ലുവിളി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കള്, മറു സൈഡില് ഇടതുമുന്നണി യോഗത്തിലെ തീരുമാനങ്ങള് വേണ്ടാ വെറുക്കനെ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിക്കേണ്ടി വന്ന ഘടകകക്ഷികള്. ഇതിന്റെ ഇടയില് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന സാധാരണക്കാരെ നിങ്ങൾ മറക്കല്ലേട്ടാ. 10-12 ദിവസമായിട്ട് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിനിരിക്കാണ്. എന്നിട്ടും സർക്കാരിന് ഒരു കൂസലും ഇല്ല. കഴിഞ്ഞ ദിവസം ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടത്തി. ഇപ്പൊ അവർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. ആരോട് പറയാൻ? ആര് കേൾക്കാൻ? ആരോഗ്യമന്ത്രിക്കോ ധനമന്ത്രിക്കോ ഇപ്പോഴും ഇക്കാര്യത്തില് വേറൊന്നും പറയാനില്ലല്ലേ? കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. സേഫ്. കേന്ദ്രം ക്രൂരന്മാരാണ് മക്കളെ. നമുക്ക് അവര് ചില്ലി കാശ് തരുന്നില്ല. നമ്മളൊക്കെ പട്ടിണി പാവങ്ങളാണ്. പിന്നെ നമ്മുടെ ആശാവർക്കർമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ടീമിലുള്ള PSC അംഗങ്ങളുടെയും പിന്നെ ചെയർമാന്റെ ഒക്കെ ശമ്പളം കുത്തനെ കൂട്ടിക്കോ. അവര് സന്തോഷിക്കട്ടെന്ന്. നമ്മളിൽ കാശില്ല. പാവപ്പെട്ട ആശാവർക്കർമാർ 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, സ്വന്തം പാർട്ടിക്കാരെയാണ്. സതീശേട്ടാ, ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ലഞ്ഞിട്ടല്ലേ നമ്മുടെ സർക്കാർ ആരോഗ്യമന്ത്രി ഒക്കെ ആശാ വർക്കേഴ്സിന്റെ കൂടെ തന്നെയാണ്. വേണമെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി അവരുടെ കൂടെ ഇരുന്ന് സമരം ചെയ്യും, അല്ലേ മിനിസ്റ്റർ? ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട്, അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. കേന്ദ്രം കേരളത്തെ ഞെക്കിപ്പിഴിയാണ്, കേരളത്തിന് ശ്വാസം മുട്ടിക്കാണ്. കേന്ദ്ര സർക്കാർ ദുഷ്ടന്മാർ തന്നെ. അതെ, നമ്മുടെ KV തോമസ് ഇല്ലേ, പുള്ളിയുടെ യാത്രാപത്ത ഒന്ന് കൂട്ടിയേക്കിട്ടാ. നമ്മുടെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി ഇല്ലേ, ആ KV തോമസ്, ഒരു കാര്യം ചെയ്യും, പ്രതിവർഷം ഒരു 11 ലക്ഷം രൂപ കൊടുത്തേക്ക്. എങ്ങനെയുണ്ട്? പുള്ളി സന്തോഷിക്കട്ടെ എന്ന്. അയ്യോ, നമ്മുടെ കയ്യിൽ കാശില്ലേ? ആശാ വർക്കർമാർക്ക് ഇനി ഏത് കാശ് എടുത്തു കൊടുക്കും? നമ്മളെ കാര്യം കഷ്ടം തന്നെ. ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പാവങ്ങളിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമാണോ എടുക്കുന്നത്? പാവങ്ങൾ പുറത്ത് സമരം ചെയ്യാൻ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. അങ്ങനെ പാവങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചും ഇഷ്ടക്കാർക്ക് ഇഷ്ടപോലെ വാരിക്കോരി കൊടുത്തും തുല്യത എന്തുട്ടാണെന്ന് നമ്മുടെ സർക്കാർ നമുക്ക് കാണിച്ചു തരാണ്. ഓരോ ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ശമ്പള വർധന കൊടുക്കേണ്ടത്. താഴ്ന്ന വരുമാനമുള്ളവർക്കും കൂടി കുറച്ച് നമ്മൾ വർദ്ധിപ്പിച്ച് കൊടുക്കണം. അതാണ് സാമൂഹ്യം, അതാണ് ഭരണഘടന പറയുന്നത്. നമ്മൾ മുട്ടകഴുകുന്ന ഒരു കൂട്ടനും അങ്ങ് മണികൂടിയെടുത്ത് ഇരിക്കുന്ന ആളും ഉണ്ടാവരുത്. അങ്ങനെ ഇല്ല. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് പരിഹരിച്ചാണ് പോകുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അതാ ഞാൻ പറഞ്ഞത്. പാർട്ടിക്കകത്ത് എതിർസ്വരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊയിലാളി കോമ്രേഡ്സ് കേൾക്കുന്ന കരുതിയാ അതിനിവിടെ കാക്ക മലർന്നു പറക്കണം. അതെ, വീണ്ടും പറയാണ്, ഈ സമരം നടത്തിയവർക്കെതിരെ കേസെടുക്കാനും ഇഷ്ടക്കാരുടെ ശമ്പളം കുത്തനെ കൂട്ടാനും കാണിച്ച ആ ഇൻട്രസ്റ്റ് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം.